സോ ഡിസൈൻ പ്രോസസ്സിൽ UX ഡിസൈൻ പ്രോസസ്സിൻ്റെ അകത്ത് ഐഡിയേറ്റ് ഓർ ഡിസൈനിൽ വരുന്ന 6 ഡിഫറെൻറ്റ് ഇമ്പാക്ട്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്കെയിൽ, the second one visual hierarchy. Now moving on to the third one, it is called balance. ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വെയിറ്റ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുലാസ് അല്ലേ. ബാലൻസ് ഇസ് ലൈക്ക് എ സീസോ. ഇവിടെ നമ്മൾ വെയിറ്റ് നോക്കുന്നതിന് പകരം ഡിസൈൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. The principle of balance refers to satisfying the arrangement or proportion of design elements. അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം. ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എലമെൻറ്റ്സ് രണ്ട് സൈഡും നമ്മൾ നടുവിലൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ പ്രൊപ്പോർഷൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു അട്രാക്റ്റീവ് ആവുള്ളൂ, ഡിസൈൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുള്ളൂ. സോ amount of visual signal on both sides of an imaginary axis going through the middle of the screen must be equal. Just like when balancing weight, if you were to have one small design element and one large design element on the two sides of the axis, the design would feel a bit unbalanced. The area taken by the design element matters when creating balance, not just the number of elements. നമ്മളൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇപ്പോൾ ഒരു ബാലൻസ് തന്നെ ഈക്വൽ ആവാത്തത് എപ്പോഴാണ്? ഒരു സൈഡിൽ കൂടുതൽ കാര്യങ്ങളും ഒരു സൈഡിൽ കുറച്ച് സാധനമാണ് എന്നുണ്ടെങ്കിൽ ബാലൻസ് ഈക്വൽ ആവില്ല അല്ലേ. അപ്പം അതേപോലെ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാകുമ്പോഴേ അത് കാണുമ്പോൾ ഒരു എഫക്റ്റീവായിട്ട് തോന്നുള്ളൂ. The imaginary axis you establish on your visual will be the reference point for how to organize your layout and will help you understand the current state of balance on your visual. In a balanced design, no one area draws your eye so much that you can't see the other areas. For ഒരു പേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന് ചെയ്യാനുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവരുത്. മൊത്തം പേജിന് വിഷ്വൽ ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ഡിസൈൻ. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യു ക്യാൻ സീ ഹിയർ, ഈ ഒരു പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സ്റ്റേബിൾ. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഫൈൻഡ് എ ജോബ് യു ലവ്, നമ്മൾ നടുവിലൂടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് നോക്കിയാലും ഈ സൈഡിലേക്ക് നോക്കിയാലും ഈക്വൽ പാർട്ടീഷൻ ആയിരിക്കും അല്ലേ. ദ ബാലൻസ് ഹിയർ ഇസ് സിമെട്രിക്കൽ. ഇഫ് യു വോണ്ട് ടു ഡ്രോ ആൻ ഇമാജിനറി വെർട്ടിക്കൽ ആക്സിസ് ഡൗൺ ദ സെൻറ്റർ ഓഫ് ദ വെബ്സൈറ്റ്, എലമെൻറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ആക്സിസ് അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്നുണ്ടെങ്കിലും പേജ് അസിമെട്രിക്കൽ ആണെങ്കിൽ കൂടി നമ്മൾ നടുവിലൂടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് രണ്ട് സൈഡിലുള്ള എലമെൻറ്റ്സ് ഈക്വലാണ്. However, the difference is that they are not identical and the same exact locations. രണ്ട് വര വരച്ചു കഴിഞ്ഞാൽ രണ്ടും നമുക്ക് നോക്കുമ്പോൾ രണ്ടും എലമെൻറ്റ്സ് ഒരേപോലെ ഉണ്ട്. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മളൊരു ഇമാജിനറി ലൈൻ നടുവിലൂടെ വരച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കുറച്ച് വലിയ ലെറ്റേഴ്സ് ആവും, മറ്റേ സൈഡിൽ വലുതും ചെറുതുമായിട്ടുള്ള ലെറ്റേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ ഹിയർ ദ എലമെൻറ്റ്സ് ആർ നോട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ആക്സിസ്. അപ്പോൾ ഇതൊരു വിഷ്വലി ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ഡിസൈൻ അല്ല. ഓക്കെ, നൗ നെക്സ്റ്റ് ഡിസൈൻ പ്രിൻസിപ്പിൾ ഇസ് കോൺട്രാസ്റ്റ്. ഇപ്പോൾ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു ബാക്കിയുള്ളതിൽ നിന്നും വ്യത്യാസമായിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുക അല്ലേ. മേക്ക് സർട്ടൻ പാർട്സ് ഓഫ് യുവർ ഡിസൈൻ സ്റ്റാൻഡ് ഔട്ട് ടു യുവർ യൂസേഴ്സ്. The principle of contrast refers to the position of visually dissimilar elements in order to convey the fact that these elements are different. മറ്റുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ എടുത്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. Contrast provides the eye with a noticeable difference, maybe in size or maybe in color, between two objects അല്ലെങ്കിൽ രണ്ട് set of objects in order to emphasize that they are distinct. The principle of contrast is often applied through color. Most probably കളറിലൂടെയാണ്. അപ്പോൾ നമ്മളൊരു റെഡ് കളർ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന ഡിലീഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും റെഡ് നമ്മുടെ പേജിൽ എപ്പോഴും റെഡ് കാണിച്ചിട്ടുണ്ടാവും. ബ്രൈറ്റ് കളർ സിഗ്നൽസ് ദാറ്റ് എ റെഡ് എലമെൻറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, വെൻ യു ആർ ഗോയിങ് ത്രൂ ദിസ്, ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം ഈ റെഡ് കളർ ഇവിടെ എന്താണ്. റെഡ് കളറാണ് നമ്മൾ ആദ്യം നോക്കുക അല്ലേ.
ഡിലീറ്റ് എന്നുള്ളത്. അതേപോലെ പിന്നെയാണ് നമ്മൾ ഗ്രീനിലേക്ക് പോവുക, ഗ്രോസറീസ് എന്നുള്ളത്, അല്ലെങ്കിൽ ന്യൂ റിമൈൻഡർ എന്നുള്ളതിലേക്കൊക്കെ പോവുക. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അറ്റൻഷൻ പോകുന്നത് ആ കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള റെഡിലേക്കാണ്, പിന്നീട് ഗ്രീൻ എന്നുള്ള കളറിലേക്ക്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ അവർ ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഓരോ ബോട്ടിൽസിൻ്റെ മുകളിലും ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്, ജ്യൂസാണ്. പക്ഷേ അതിൽ അവർ കൊടുത്തേക്കുന്ന കളറ് ചില ബോട്ടിൽ ജ്യൂസിൻ്റെ കോൺട്രാസ്റ്റ് കളറായി വരുന്നുണ്ട്, പക്ഷെ ചിലതിൻ്റെ അകത്ത് അത് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു റീഡ് അല്ലേ. ഇപ്പോൾ വൈറ്റ് നോക്കിയേ, വൈറ്റ് അതുപോലെ എന്താ ഓഫ് വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് വായിക്കാൻ. പക്ഷേ അതേസമയം ഗ്രീന്, ഈ ഒരു പർപ്പിൾ വൈൻ കളറ്, അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. സോ അത് ആ കളർ, ജ്യൂസിൻ്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ചിലതിൽ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചിലതിൻ്റെ അകത്ത് നമുക്ക് വായിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ പ്രിൻസിപ്പിൾ ഇസ് ഗെസ്റ്റാൾട്ട്. So Gestalt, it was established in the early 20th century by the Gestalt psychologist. ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഹ്യൂമൻ മൈൻഡ് അത് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഗെസ്റ്റാൾട്ട് എന്ന് പറയുന്നത്. ഒരു ഇമേജിനെ എങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്നുള്ളതാണ്. So Gestalt principle explain how humans simplify and organize complex images that consist of many elements by arranging the parts into an organized system. എന്നിട്ട് അതിനെ ഒരു ഹോളായിട്ട് കാണുന്നത് അതെങ്ങനെയാണെന്ന്. In other words, Gestalt principle capture our tendency to perceive the whole as opposed to the individual elements. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗെസ്റ്റാലിനൊരു എക്സാമ്പിളാണ് പിക്കാസോൻ്റെ ഈ ഒരു പെയിൻറ്റിങ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആണ് അത് ജോയിൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കണ്ണുണ്ട്, മൂക്കുണ്ട്, ചുണ്ടുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ കിസ്സിങ് ഈച്ച് അതർ. ആ ഒരു പിക്ചറാണ് ഇതിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ വേറെ വരുന്നൊരു പിക്ചറാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പീകോക്ക് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും ഇത്. ഇനി അതേപോലെ അത് നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. യുവർ ഫസ്റ്റ് നെയിം ആൻഡ് ഇനീഷ്യൽ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിമാണ്, അടുത്തത് സ്പൗസിൻ്റെ ഫസ്റ്റ് നെയിമും ഇനീഷ്യലും, പിന്നെ അവരുടെ ലാസ്റ്റ് നെയിമാണ് ഇവിടെ വേണ്ടതെന്നുള്ളത് നമ്മൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ്? അതൊരു ലാക്ക് ഓഫ് സ്പേസ് ബിറ്റ്വീൻ ദ ഫീൽഡ്സ് മേക്സ് ഫില്ലിങ് ഇറ്റ് ഔട്ട് ഒരു ഡിഫിക്കൾട്ടായിട്ട് തോന്നും. അത് തമ്മിൽ സ്പേസ് അങ്ങനെ കൊടുക്കാത്ത കാരണം. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ Gestalt. So these are the 6 different phases in a design phase. നെയിമാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല.